നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് വാൺസ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. സിക്സ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൺസ്, ത്രീ ഓഫ് പെന്റക്കിൾസ്, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നൈറ്റ് ഓഫ് വാൺസ് ആണ് നമുക്ക് ആദ്യമേ വന്നിരിക്കുന്ന കാർഡ്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെയും ഊർജത്തോടും കൂടി നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു വിജയത്തിൻ്റെ കാർഡും കൂടിയാണ്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്നത്തെ ദിവസം നമുക്ക് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെ ആവേശഭരിതമായിട്ടാണ് കാര്യങ്ങളെല്ലാം കാണുന്നത്. കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് ഇന്ന് വിജയപഥത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഇന്ന ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കത് സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് വളരെ കുതിരപ്പുറത്ത് നിന്ന് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുടെ ചിത്രമാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് ഇതൊരു ഫയറിൻ്റെ എനർജിയാണ്. ഫയറിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു ശക്തമായ എനർജിയാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഊർജ്ജസ്വലതും ആവേശഭരിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അത് വിജയപഥത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നൊരു എനർജിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി അടുക്കുന്ന ഒരു ആളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളോ നിങ്ങളുടെ സ്വത്തോ ഭൂമിയോ ഒക്കെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ ഡിസ്കഷൻസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇന്നതിന് ഒരു അന്തിമമായി തീരുമാനം ഉണ്ടാവുന്നു. അതിനൊരു എൻഡ് റിസൾട്ടിലേക്ക് ഇന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം ആത്മവിശ്വാസത്തിൽ സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന എനർജി പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബാഹ്യമായ കാര്യങ്ങളെയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണോ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ വരുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൊക്കെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഡീല് കുറേ നാളായിട്ട് ഇങ്ങനെ ഓൺ ഗോയിങ് ഡിസിഷനിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇന്ന് അത് ഒരു എൻഡ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിക്സ് ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്.
ഇതൊരു വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കുറേ കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ പടവെട്ടി നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളുടെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ ഇന്നത് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. കുറേ ജോലികൾ ഉണ്ടായിരുന്നിരിക്കാം, അത് നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര കാര്യമായിട്ട് വിജയിച്ച് നിൽക്കാനായിട്ടാണ് പറ്റുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ ബുദ്ധിമുട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്കായിരുന്നു അതിൻ്റെ അന്തിമമായിട്ട് വരുന്ന റിസൾട്ട്. ചിലപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് മത്സരിക്കുന്ന ആളുകളൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടെൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവരെ എല്ലാവരെയും മറികടന്നുകൊണ്ട് നിങ്ങൾക്കാണ് ഇന്നത്തെ ദിവസത്തെ വിജയം വരുന്നത് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു യാത്ര ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് യാത്ര കാണിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നുണ്ടാവാം. അതല്ലെന്നെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നുണ്ടാവാം. അങ്ങനെ ഒരു ട്രാവലിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് അത് നടക്കാതിരുന്ന ആളുകൾക്ക് അത് ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും സക്സസിൻ്റെ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ സ്റ്റക്നെസ് ഒക്കെ മാറിയിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവും. അവിടെ നിന്നും മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും ഇതിനകത്ത് നമുക്ക് പറയാം. അതായത് നമ്മൾ ഇത്രയും നാൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം സ്റ്റക്ക് ഓൺ ആയിട്ട് നിന്ന കാര്യങ്ങൾ അത് മൂവായി കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു എനർജിയും ഇതിനകത്ത് വരുന്നുണ്ട്. 3 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കൂട്ടു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റോ കാര്യങ്ങളോ ഒക്കെ തീർന്നതിന് ശേഷം പുതിയ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ആലോചനയുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂട്ടായിട്ട് ചെയ്യണം. അതായത് മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് ചെയ്യാനായിട്ട്. അത് കൂടുതലും ഒരു മണി ഓറിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ്സോ ജോബോ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഇത് കാണിക്കുന്നത്. പെൻഡക്കിളാണ്, 3 ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ മണി ഓറിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മറ്റുള്ളവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഒരു താൽക്കാലികമായിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് ലോഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് അത് നിങ്ങൾ അവരെ കൂടിയും കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില ആളുകൾക്ക് അങ്ങനെയും ആവാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ള ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ദിവസം എടുക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം അതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു ആന്തരികമായ എനർജി ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളുകളുടെ എല്ലാവരെയും നമുക്ക് വളരെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്ന നമ്മുടെ ഉള്ളിൽ അതിനുള്ള എല്ലാ ഊർജവും നമുക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ഊർജം ഇന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം അത് മാക്സിമം പ്രയോജനപ്പെടുത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്.
9 ഓഫ് കപ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയും ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നിരിക്കാം, കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ചില ആളുകൾക്ക് മന്ത്ലി ടാർഗറ്റൊക്കെ തീർത്ത് ചില സെയിൽസിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി റെസ്റ്റ് ഓഫ് ദ ഡേ നമുക്ക് സമാധാനപരമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇന്നെല്ലാ ഡീലിങ്സുകളും നമുക്ക് വളരെ ഭംഗിയായിട്ട് തീർക്കാനായിട്ട്, കാരണം എല്ലാ കാർഡുകളും നമുക്ക് സക്സസിൻ്റെ കാർഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭംഗിയായി ചെയ്ത് തീർക്കാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് വളരെ ഹാപ്പിനെസ്സോടെ വളരെ സമാധാനത്തോടും പീസ്ഫുള്ളായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് വന്നിരിക്കുന്നത്. എല്ലാ കാർഡുകളും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത്. എല്ലാം നമ്മൾക്ക് ഒരു സക്സസ്സിലേക്കുള്ള ഒരു കുതിച്ചു പായലാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ മൂമെൻറ്റിൻ്റെ കാർഡുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ടെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജിയും കൂടി ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.